പേര് മീനു, സ്ഥലം തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി അന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതും 2020 ഫെബ്രുവരി 9 ആയിരുന്നു. ആ സമയത്ത് എൻ്റെ നിയോഗം വെച്ചതല്ലാത്തുള്ള കുറേ അനുഭവങ്ങളാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അതിൽ എൻ്റെ ചേച്ചിയുടെ ഡെലിവറി ആയിരുന്നു. കുഞ്ഞിന് പെട്ടെന്ന് തന്നെ 3-ാമത്തെ ദിവസം തന്നെ ഷുഗർ താഴ്ന്നു പോവുകയും ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ടും താഴ്ന്നു പോവുകയും ചെയ്തിരുന്നു. അതുമല്ല, ഒരു വാൽവുലാർ ഹാർട്ട് ഡിസീസും ഉണ്ടായിരുന്നു. പക്ഷേ മോന് ഒത്തിരി ഹൃദയമിടിപ്പ് താഴ്ന്നു പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് ഒത്തിരി പെട്ടെന്ന് തന്നെയാണ് റെഫർ ചെയ്ത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നത്. ആ സമയത്ത് ആംബുലൻസിൽ പോകുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ നെഞ്ചി വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ച ഹോസ്പിറ്റലിൽ എത്തിയിരുന്നത്. അങ്ങനെ ഒരു 5 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് ICU കയറുമ്പം മാതാവിന് തൈലവും ഞങ്ങൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ പരട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് തന്നെ കുഞ്ഞ് സുഖപ്പെട്ട് കിട്ടി. ഒരുപാട് നന്ദി മാതാവിനെ അർപ്പിക്കുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. രണ്ടാമത് എൻ്റെ അമ്മയുടെ കാലിൽ ഒരു അൾസർ ഉണ്ടായിരുന്നു, വേരിക്കോസിൻ്റെ. അതൊരു 1.5 കൊല്ലമായിട്ടുള്ള ഒരു അൾസറായിരുന്നു. ഞാൻ ഒരു ഡോക്ടർ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ സർജറി ചെയ്യുകയും ബാക്കി മെഡിസിൻസും എല്ലാം കൊടുത്തിട്ടൊന്നും പൂർണ്ണമായിട്ട് അത് മുറിവുണങ്ങി കിട്ടിയിരുന്നില്ല. ആ സമയത്ത് ഒക്ടോബറിൽ ജപമാല റാലി കൂടുകയും പിന്നെ വണക്കമാസത്തിൽ 2021 മെയ് മാസം വണക്കമാസം 31 ദിവസത്തെ നൊവേനയും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ അമ്മയുടെ കാല് ഉണങ്ങി കിട്ടിയിരുന്നത്. ആ സമയത്ത് തൈലം പുരട്ടിയിരുന്നു, മാതാവിൻ്റെ ഉപ്പും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അനുഗ്രഹം, എൻ്റെ PG എക്സാമിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ട് ഞാൻ നന്നായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് കോവിഡ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ഒട്ടും തന്നെ ഞാൻ തിയറി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പ്രാക്ടിക്കലിന് കയറുമ്പോഴും തിയറി പരീക്ഷയ്ക്ക് പോയ സമയത്തും 3 പേപ്പറും എഴുതിയപ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ എഴുതിയിരുന്നത്. ഒരൊറ്റ പേപ്പറിന് പോലും എനിക്ക് essay പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഞാൻ ഇതുവരെ ഒരു വിഷയത്തിലും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ PG എക്സാം MD പാസ്സാവില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഏറ്റവും നല്ല റിസൾട്ടോട് കൂടിയിട്ടാണ് ഞാൻ പാസ്സായത്. ടോപ്പ് റാങ്കിൻ്റെ ഞങ്ങളുടെ കോളേജിൽ ടോപ്പ് റാങ്കിൻ്റെ 2 മാർക്ക് മാത്രമേ എനിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. അത്രയും നല്ല റിസൾട്ട് മാതാവ് തന്നിരുന്നു. പിന്നെ മൂന്നാമത്തെ എൻ്റെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഓഗസ്റ്റ് 2020 കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സെർവൈക്കൽ സ്പോണ്ടിലൈസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മൊബൈലോ അല്ലെങ്കിൽ പേപ്പറോ എനിക്ക് അധികം നേരം കുനിഞ്ഞിരുന്ന് വായിക്കാൻ കഴുത്ത് മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, കഴുത്തിന് വേദന, സെർവൈക്കൽ സ്പോണ്ടിലൈസിസ് പ്രശ്നമുള്ളവർ കഴുത്തിന് പുറകിൽ പിൻഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് ഒരിക്കലും ആ വേദന ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ സാക്ഷ്യം പറയാനും ഞാൻ ലേറ്റായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞൊരു ഡിസംബറിൽ എനിക്ക് വീണ്ടും ഈ കഴുത്തിന് വേദന വന്ന സമയത്തും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് തന്നെ ആദ്യം കുറേ ആയുർവേദമൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. എനിക്ക് അത്രയും നന്നായിട്ട് കുറഞ്ഞില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അടുത്ത മരുന്നും മാതാവിൻ്റെ എണ്ണയും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ സുഖമായി. പിന്നെ പിന്നെ സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം, അതേ ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, 5 സെൻറ്റ് സ്ഥലം. ഞങ്ങൾക്ക് ഒരിക്കലും വിൽക്കാൻ പറ്റാതെ ഒരു 5-6 വർഷത്തിൽ കൂടുതലായിട്ട് സ്ഥലം വിൽക്കാൻ പറ്റാതെ നിൽക്കുമായിരുന്നു. അതും അന്ന് മാതാവിൻ്റെ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 തവണ പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും ഒരുമിച്ച് കത്തിച്ച് ഉപ്പും ഒരു മാതാവിൻ്റെ ഒരു രൂപവും കൂടി ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മണ്ണിനടി കുഴിച്ച് വെച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വിറ്റ് കിട്ടണേന്ന്. എൻ്റെ ചേച്ചി തന്നെയാണ് ആ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിച്ചു. അത് 3 മാസത്തിനുള്ളിൽ നടന്ന് കിട്ടി. പിന്നെയുള്ളത്, അന്ന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും നഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് നമ്പറിന് വേണ്ടി RT ഓഫീസിൽ പോയാൽ പെട്ടെന്ന് കിട്ടുന്നതാണേലും എനിക്ക് ആദ്യം ചെന്നപ്പോഴൊന്നും അത് കിട്ടിയിരുന്നില്ല. അപ്പോഴും ഞാൻ ഈ 33 തവണ പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും കത്തിച്ച് വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പുമായിട്ടാണ് ഞാൻ പോയിരുന്നത്. അന്ന് ആദ്യം ചെന്നപ്പോഴും ഓഫീസിൽ കയറുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അതിന് മുമ്പിൽ, ക്യാബിൻ്റെ മുമ്പിൽ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ അകത്ത് പോയത്. പ്രാർത്ഥിച്ചു. ആദ്യം നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയിരുന്നില്ല, കമ്പ്യൂട്ടറിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷെ അവർ പിന്നീട് സ്റ്റാഫിനെ കൊണ്ട് വേറെ സ്റ്റാഫിനോട് പറഞ്ഞ ആ സാറ് എനിക്ക് വേണ്ടിയിട്ട് ഫയൽ അല്ലാണ്ട് എടുപ്പിച്ച് നോക്കി നമ്പറും കിട്ടി. ഇതുപോലെ ഒരുപാട് ലൈറ്റഡ് ക്യാൻഡിൽ പ്രെയർ ഇട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ ആണെങ്കിലും കോഴ്സിന് പോകണ PG പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതും മാതാവ് നടത്തി തരണേന്ന് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നടന്നു കിട്ടി. മാതാവ് ഞങ്ങൾ എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിലും, എൻ്റെ ചേച്ചി തനിയാണ് കോഴ്സിന് കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളത്, ബാംഗ്ലൂരുമൊക്കെ. പക്ഷേ ഒരു കാര്യത്തിനും ഒന്നും തടസ്സം വരുത്തിയിട്ടില്ല. ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടണതിനും എല്ലാത്തിനും ഒരു തടസ്സവും കിട്ടാതെ ഞങ്ങൾക്ക് എല്ലാം മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ മൂത്ത ചേച്ചിക്ക് കഴുത്തിലൊരു ലിംഫ് നോഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞങ്ങളിവിടെ വന്ന് ടെസ്റ്റിന് കൊടുത്തപ്പോൾ ഒരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു.
ഞാൻ മാതാവിനോട് ആ റിസൾട്ട് ആദ്യം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്നത്. മിനിങ്ങാന്ന് വന്നതായിരുന്നു. ഞങ്ങൾ ചേച്ചിയെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആദ്യത്തെ റിസൾട്ടിൽ കുഴപ്പമില്ലാന്നാണ് കണ്ടിരിക്കുന്നത്. ബാക്കി ബ്ലഡ് റിസൾട്ട് എല്ലാം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ ഈശോയുടെയും ശക്തിയോടും അനുഗ്രഹത്തോടും കൂടി എൻ്റെ ചേച്ചിക്ക് വേറെ ഒരു അസുഖവും കാര്യങ്ങളും ഉണ്ടാവില്ലെന്ന് ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് ആയിരം നന്ദികൾ അർപ്പിക്കുകയാണ്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് രാജി. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ UK നഴ്സായി ജോലി ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 നവംബർ 19 ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2021 ഫെബ്രുവരി അവസാനം 28 കോവിഡിൻ്റെ വാക്സിൻ, രണ്ടാമത്തെ വാക്സിൻ എടുക്കുകയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് അതിശക്തമായ തലവേദന ഉണ്ടാകുകയും ബ്ലഡ് പ്രഷർ കൂടുകയും എനിക്കൊരു ഫേഷ്യൽ പാലസി പോലെയൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് കാരണം ഞാൻ UK അവിടുത്തെ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൽ എത്തപ്പെട്ടു. അവിടെ വെച്ച് ഡോക്ടർ ഒരു CT ചെയ്തു. CTയിൽ ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ഉണ്ടായി. അതായത് ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. എൻ്റെ തലയിൽ ഒരു ലീഷൻ ഉണ്ടെന്നുള്ളത്, അതായത് ഒരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളത്. അപ്പം അന്ന് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കാരണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് കാർ പാർക്കിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ എന്നോടാണ് എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അവരെന്നെ അഡ്മിറ്റ് ആക്കാനായിട്ട് ഒരു റൂമിൽ കൊണ്ടുചെന്നപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു എനിക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ തലയിൽ ഇതുപോലെ ഒരു ലീഷൻ ഉണ്ടെന്നും അതൊന്നെങ്കിൽ ഒരു പ്രൈമറി ബ്രെയിൻ ട്യൂമർ ആകാം, അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ആകാം, അല്ലെങ്കിൽ മെനിഞ്ചോമ. ഈ മൂന്നിലേതെങ്കിലും ഒന്നാകാം. നഴ്സുമാരല്ല മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും അറിയാം ഈ മൂന്നും എന്താണെന്നുള്ളത്. അപ്പം എന്നോടാണ് പറയുന്നത്. അപ്പം പ്രൈമറി ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ ആദ്യമായിട്ടുണ്ടായി അത് ഉള്ളൊരു ക്യാൻസറസ് ട്യൂമറാണ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ശരീരഭാഗത്ത് നിന്ന് ബ്രെയിനിലെത്തിയതാകാം. മെനിഞ്ചിയോമ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു കവറിങ് ഉണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ്. പക്ഷെ അത് ക്യാൻസറസ് അല്ല, അത് പകരത്തില്ല, വേറെ സ്ഥലങ്ങളിലോട്ട് പടരത്തില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ 3 ദിവസം അഡ്മിറ്റ് ആകുകയും അവർ 90% അത് മെനിഞ്ചിയോമ തന്നെ ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ന്യൂറോ സർജൻ ഉള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. ന്യൂറോ സർജനെ കണ്ടു. 2021 സെപ്റ്റംബർ 29 എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി. അപ്പം സർജറിക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ആ ഡേറ്റിനോടനുബന്ധിച്ച് എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഗൂഗിളൊന്നും സെർച്ച് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു വിട്ടാലും എല്ലാവരെയും പോലെ ഞാനും എപ്പോഴും ഗൂഗിളിലായിരുന്നു. ഈ സർജറി കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അത് ഈ സർജറിക്ക് മുമ്പായിട്ട് അവിടുത്തെ രീതി അനുസരിച്ച് നമ്മളെ കൺസെൻറ്റ് സൈൻ ചെയ്യിക്കാനായിട്ട് എന്നെ ഹസ്ബൻഡിനും അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു എന്തൊക്കെയായിരിക്കും നടക്കുന്നത്, സർജറി കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം പറഞ്ഞു. അതായത് എൻ്റെ ട്യൂമർ ഇരിക്കുന്ന സ്ഥലം വെച്ചിട്ട് എനിക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസുകൾ ഒന്നുകിൽ എൻ്റെ കാഴ്ചശക്തി പോകാം, കേൾവിശക്തി പോകാം, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിൽ ട്യൂമർ ആയതുകൊണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു പോകാം. പിന്നെ ഡെത്ത്. ഇപ്പം എനിക്ക് മരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു കോംപ്ലിക്കേഷൻസോടുകൂടി ജീവിക്കുന്നത് എനിക്ക് ഒട്ടും ഓർക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതറിഞ്ഞു. അങ്ങനെ കുറേ പേരൊക്കെ എനിക്ക് പ്രെയർ ഇവിടുത്തെ കൃപാസനത്തിലെ ലിങ്കുകൾ അയച്ചു തരാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാനിത് ഓപ്പണൊന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ഞാൻ ഉറക്കമില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം ഞാനൊരു ലിങ്ക് ഓപ്പൺ ചെയ്തു. അതിൽ അച്ഛൻ്റെ ഒരു ടോക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞു ഒരു ചേച്ചിക്ക് ട്യൂമറായിരുന്നു, ബ്രെയിൻ ട്യൂമറായിരുന്നു. അവർ നെക്സ്റ്റ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, ഉടമ്പടിയൊക്കെ എടുത്തു. അവർ നെക്സ്റ്റ് സ്കാനിങ്ങിൽ അവരുടെ ട്യൂമർ അപ്രത്യക്ഷമായി എന്നാണ് ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ ഒരു വീഡിയോ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം എൻ്റെ കാര്യം
എൻ്റെ സിമിലറായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക്. അപ്പം കൂടുതൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു, ഒത്തിരി ഉടമ്പടി ധ്യാനങ്ങൾ, അതെല്ലാം നേരത്തെ ധ്യാനങ്ങളാണ് അതെല്ലാം കേൾക്കുന്നത്. അങ്ങനെ വന്ന് ഒരുപാട് പേരുടെ സാക്ഷ്യത്തിലുണ്ട് അവർ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസിനെ ആയിരുന്നു എനിക്ക് ഏറ്റവും പേടി. അപ്പം ഞാനും ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാനും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്യാമെന്ന് ഞാനും കണ്ടുപിടിച്ചു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ലിങ്കൊക്കെ എടുത്ത് ഞാൻ ഫസ്റ്റ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അതായത് എൻ്റെ സർജറി കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നടക്കണമെന്ന്. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ 29, 2021 എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ 28-ാം തീയതി ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അപ്പോഴും കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് കോവിഡ് ടെസ്റ്റ് എല്ലാം എടുത്ത് ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. അങ്ങനെ അവിടെ എത്തി. ആ 28-ാം തീയതി രാത്രി തൊട്ടുള്ള എൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യുമ്പം എൻ്റെ ബ്ലഡ് പ്രഷർ ഒരു റീഡിങ് കൂടുതൽ കാണിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഡേ സർജറി ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും. പിന്നീടുള്ള എല്ലാ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ അകത്തും എൻ്റെ ബ്ലഡ് പ്രഷർ റീഡിങ് കൂടി വന്നു. അപ്പോൾ ആദ്യം തന്നെ അവരെന്നെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് ഉള്ള ബ്ലഡ് പ്രഷറിൻ്റെ ടാബ്ലറ്റ് തന്നു. അപ്പോൾ ഓരോ റീഡിങ്ങിലും കൂടി വന്നു. ലാസ്റ്റിൽ അവരെന്നെ 15 മിനിറ്റിൽ മോണിറ്ററിലിട്ടു. അപ്പോൾ ഓരോ തവണയും ചെക്ക് ചെയ്യുമ്പോഴും എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നതല്ലാതെ എൻ്റെ ശരീരം ഈ ടാബ്ലറ്റ്സിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ എന്നെ 8 മണിക്ക് തിയേറ്ററിലോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുവരെയും ഓരോ റീഡിങ്ങും കൂടുന്നതല്ലാതെ 1 ഇഞ്ച് പോലും കുറയുന്നില്ല. സർജറി ടീം മുഴുവനും, അതായത് തിയേറ്ററിലുള്ള എൻ്റെ ന്യൂറോ സർജനും ബാക്കി ടീംസ് എല്ലാം എന്നെ കാണാൻ വന്നു. അവരെന്നോട് പറഞ്ഞു, രാജി, നിൻ്റെ സർജറി ഇന്ന് ചെയ്യുവാൻ സാധിക്കില്ല. കാരണം നിനക്കറിയാമല്ലോ, ഇത്രയും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന നിനക്ക് ബ്രെയിനിലൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം. അപ്പം അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് നിൻ്റെ ശരീരം ബ്ലഡ് പ്രഷർ ടാബ്ലറ്റിനോട് പ്രതികരിക്കാത്തത് എന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആയിരുന്നു പിന്നീട് നടന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ക്യാൻസറസ് ആണോ, കിഡ്നിയിലെ പ്രോബ്ലം ആണോ, അങ്ങനെയുള്ള ഇതിനു വേണ്ടി നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഡിസ്ചാർജായി വീട്ടിലെത്തി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത് കൊണ്ടാണ് എൻ്റെ സർജറി നടക്കാത്തതെന്ന്. കാരണം എനിക്ക് കോംപ്ലിക്കേഷൻസ് വരരുതെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നീട് കൂടുതൽ കൃപാസനത്തിലെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ ഉറങ്ങുന്ന ഒഴിച്ച് ബാക്കി സമയത്തെല്ലാം ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു, ഇവിടെ അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ എനിക്ക് UK അത് കാണണമെന്ന് ഒരാഗ്രഹം. അങ്ങനെ ഒക്ടോബർ 19-ാം തീയതി 2021 ഇവിടുത്തെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചയിൽ നടക്കുമ്പം ഞാൻ UK അത് കാണുകയാണ്. അപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സേ ആയിട്ടുള്ളായിരുന്നു. അപ്പം അവളും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. അച്ഛൻ്റെ ധ്യാനം നടക്കുന്നു. എൻ്റെ മൊബൈലിലും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, എൻ്റെ TV-യിലും ലിവിങ് റൂമിലും ഉണ്ട്. അപ്പം അച്ഛൻ ആരാധനയുടെ സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ യേശു തൊടാൻ പോകുകയാണെന്ന്. അപ്പം നിങ്ങൾക്കതൊരു വൈബ്രേഷനായിട്ടോ ഷോക്കായിട്ടോ ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഓൾറെഡി എനിക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ടാബ്ലറ്റുകൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ രാവിലെ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കിനും എൻ്റെ പ്രഷർ ഒത്തിരി താന്ന് ഞാൻ തല ഇറങ്ങി. അപ്പം ഞാൻ ഓർത്തു, അച്ഛൻ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ യേശുവിനെ കാണും. ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാനെങ്ങാനും കാണുമോ, ഇപ്പം ഞാൻ തന്നെ ഈ വീട്ടിലുള്ളൂ, എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോഴെങ്ങാണ് യേശു എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. പെട്ടെന്ന് ഞാൻ പോയി സെറ്റിയിലിരുന്നു. അതിന് ശേഷം കുഞ്ഞിനെ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. ഞാൻ കുറച്ച് നേരത്തേക്ക് ഈ ധ്യാനത്തിൻ്റെ കാര്യം മറന്നുപോയി. പെട്ടെന്ന് ഞാൻ നിലത്തിരുന്ന് കാർപ്പറ്റിലിരുന്ന് ഇവളെ ചേഞ്ച് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ നെറ്റിയിലേക്ക് ഒരു ബുള്ളറ്റ്, ഗൺ ഷോട്ട് പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഒരു ബുള്ളറ്റ് കയറിപ്പോയി. എൻ്റെ തലയുടെ പകുതി ഭാഗം, അത് എൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് പെയിൻ എടുക്കാൻ തുടങ്ങി. ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഒട്ടും പെയിനില്ല. ആ പെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്നെ യേശു തൊട്ടതാണെന്ന്. അപ്പോഴത്തേക്കിനും ഞാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ സ്തുതിപ്പും എല്ലാം ഞാൻ പഠിച്ചു. ഞാൻ അവിടെ ഇരുന്ന് 2 കൈയും പൊത്തി ഞാൻ യേശുവിനെ സ്തുതിച്ചു.
അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് കരയുക. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയുള്ളൂ, ഈ 1 വയസ്സായ കുട്ടിയും. എന്നിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലെത്തി. അടുക്കളയിൽ ചെന്നപ്പോഴത്തേന് എനിക്ക് സുഗന്ധാഭിഷേകം ആണ്. അതായത് സെൻറ്റഡ് ക്യാൻഡിൽ, ഒരെണ്ണമൊന്നുമല്ല, ഒരു 50 ക്യാൻഡിൽ കത്തിച്ച് വെച്ചാലുള്ള മണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഞാനങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരിൽ നിന്നൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും സുഗന്ധാഭിഷേകമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി. എന്നെ ഈശോ തൊട്ടു, എൻ്റെ അടുത്ത് ഈശോയും മാതാവും വന്നു എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ധൈര്യമായി എനിക്ക്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കിന് പലരുടെയും സാക്ഷ്യത്തിൽ നിന്ന് മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് ഞാൻ പോകുന്നിടത്തെല്ലാം കാണും. അതുപോലെ ഓരോരുത്തർ പറയും അവർ പോക്കറ്റിലിട്ടുകൊണ്ട് പോയി, അതുപോലെല്ലാം ഞാനും ചെയ്യും. എന്നിട്ട് മാതാവിനോട് ഞാൻ പിന്നെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മാതാവേ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നെ ഈ കൃപാസനത്തിൽ എത്തിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനും നാട്ടിൽ വന്നോട്ടെ എന്ന്. അപ്പോൾ സർജറിക്ക് മുമ്പായിട്ടുള്ള എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചു. പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കിന് കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അതിന് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നവംബറിൽ നാട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീട് തിരുവല്ലയാണ്. തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരുവല്ലയിൽ നിന്ന് വരുമ്പോഴോ കൃപാസനത്തിൽ ഞാൻ വരാമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ആ സമയത്ത് മഴയൊക്കെ കാരണം ഞങ്ങൾ തിരുവല്ല പോക്ക് ക്യാൻസലായി. അപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഫാമിലിയും വീട്ടിലെത്തി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. ആ ചേച്ചി കാശുരൂപം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ കൃപാസനത്തിൽ പോകാൻ ആഗ്രഹിച്ച് വന്നതാണ്, പക്ഷേ മഴയൊക്കെ കാരണം എനിക്ക് പോകാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞു, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തീർച്ചയായും പോയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനും ചേച്ചി എൻ്റെ ഹസ്ബൻഡേയും കൂടെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊന്നും അറിയത്തില്ല, ഇവിടെ എന്താണെന്നും ഒന്നും എനിക്കറിയത്തില്ല. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഈ പറയുന്ന ഉടമ്പടി എന്താണെന്നറിയില്ല, എനിക്ക് എടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ ഞാൻ ആദ്യം ചോദിച്ചു, എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവിടെ ഇരുന്ന ചേട്ടൻ പറഞ്ഞു, മോൾ ആദ്യം ഉടമ്പടി എടുക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഹിന്ദുവാണ്. ചേട്ടൻ പറഞ്ഞു, അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ സാക്ഷ്യം പറയാനായിട്ട് പോരാൻ പറഞ്ഞു. എൻ്റെ ഉടമ്പടിയിലെ 1ാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സർജറി തന്നെയായിരുന്നു. എൻ്റെ സർജറി യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നടക്കണമെന്നായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ നവംബറിൽ തിരിച്ചു പോയി. നെക്സ്റ്റ് ഇയർ 2022 ജനുവരി 12-ാം തീയതി എൻ്റെ ബ്രെയിൻ ട്യൂമർ സർജറി നടന്നു. 13 മണിക്കൂർ എടുത്ത സർജറി ആയിരുന്നു. അതായത് രാവിലെ എന്നെ കയറ്റിയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഡോക്ടർ വിളിക്കുന്നത് രാത്രി 11:30 ആയപ്പോഴത്തേക്കിനാണ് വിളിക്കുന്നത്. അപ്പം പക്ഷേ ഞാൻ വിചാരിച്ച പോലുള്ള ഒരു പേടിപ്പെടുത്തുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചു, എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമാണത്, അതെനിക്ക് സാധിച്ചു കിട്ടി. 2ാമത്തെ ഞാൻ വെച്ചിരുന്നത്, എനിക്കിങ്ങനെ ബ്രെയിൻ ട്യൂമർ ആണെന്നൊക്കെ ഡയഗ്നോസ് വന്നപ്പോഴത്തേക്കിന് ഞാൻ UK എത്തിയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി, എനിക്കെന്തെങ്കിലും പറ്റിയാലും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുട്ടികൾക്കും ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനെ ഞങ്ങളുടെ സ്ട്രീറ്റിൽ തന്നെ ഒരു വീട് അവർ വിൽക്കാനിട്ടു. ഇവിടെ വന്ന് ഞാനതൊരു ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. അതായത് ഡിസംബർ 25, 2021 എന്നുള്ള ഡേറ്റ് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ഇവിടുന്ന് തിരിച്ച് UK എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തിനാണ് ഈ 25 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടേ. കാരണം UK ഡിസംബർ 25, 26 അവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അന്ന് ഒരിക്കലും ഒരു വീടിൻ്റെ കീ നമുക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. എനിവേ ഈ പറഞ്ഞിരിക്കുന്ന ഹൗസ് ഓണറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വാടകയ്ക്ക് മാറിക്കോട്ടെ, വാടകയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന്. അവരെന്നോട് പറഞ്ഞു, അവർ സമ്മതിച്ചു. ഒരു പാകിസ്ഥാനി സ്ത്രീ ആയിരുന്നു, അവർ സമ്മതിച്ചു. ഞാൻ ഈ വീട്ടിലോട്ടൊരു വാടകക്കാരിയായിട്ട് മാറുന്നത് ആ വർഷത്തെ ഡിസംബർ 25-ാം തീയതി. അത് 3-4 ദിവസം അവധി ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ ദിവസം തന്നെ മാറി. എൻ്റെ സർജറി ജനുവരി 22, 12-ാം തീയതിയാണ് കഴിഞ്ഞത്. ഫെബ്രുവരിയിലാണ് എൻ്റെ വീട് വാങ്ങിക്കാനുള്ള പേപ്പർ വർക്ക്സ് എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ പേരിൽ വീട് കിട്ടിയെങ്കിലും പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പം ശരിയാണ്, ഞാൻ ഡേറ്റ് ഇട്ട അതേ ഡേറ്റിൽ
വാടകയ്ക്കാണെങ്കിലും ആ വീട് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഡേറ്റിൽ എനിക്ക് ആ വീട് കിട്ടുകയും ചെയ്തു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ വീടിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും ഞാൻ ഓൾറെഡി സിക്ക് ലീവിലാണ് ഇരിക്കുന്നത്. UK ഉള്ളവർക്കറിയാം, മോർഗേജ് അല്ല ഹൗസിംഗ് ലോണിനൊന്നും ആരും സിക്ക് ലീവിൽ സാലറി കുറയുന്ന അവസരത്തിൽ ആരും അപ്ലൈ ചെയ്യത്തില്ല. എനിക്കന്ന് സിക്ക് പേ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ എൻ്റെ സാലറി സ്ലിപ്പിനെക്കാട്ടിൽ എനിക്ക് ജോലിയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു ബാങ്കിന്. അങ്ങനെ ആ സിക്ക് പേയിൽ ഇരുന്നു കൊണ്ടാണ് ദൈവം എനിക്ക് ആ വീട് നൽകിയത്. മൂന്നാമത്തെ എൻ്റെ നിയോഗം എൻ്റെ പേരൻസിന് വേണ്ടി, എൻ്റെ പപ്പ, മമ്മി, ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മ, ഞങ്ങൾ 4 പേർക്കും ഇപ്പോൾ ഉള്ള രോഗങ്ങൾ അതെന്തോ ആയിക്കോട്ടെ അതിൽ കൂടുതലൊന്നും കൊടുക്കരുത്. കാരണം ഞങ്ങൾ പുറത്താണ്, എപ്പോഴും അവരുടെ അടുക്ക ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ ഉള്ളത് കാരണം അവർക്കുള്ള രോഗങ്ങൾ എന്താണോ അതിൽ കൂടുതലായിട്ടൊന്നും കൊടുക്കരുത്. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞ് 1-2 മാസം ആയപ്പോഴത്തേക്കിനും അച്ഛന് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് പെട്ടെന്ന് ICUവിൽ അഡ്മിറ്റായി. ഹസ്ബൻഡ് എമർജൻസി ആയിട്ട് നാട്ടിലെത്തി. അപ്പം അച്ഛന് സ്കാൻ ചെയ്തപ്പോഴത്തേക്കിന് സ്കാൻ റിപ്പോർട്ട് പ്രകാരം സിറോസിസ് ഓഫ് ലിവർ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അച്ഛന് വേണ്ടി ഇവിടുത്തെ ഉടമ്പടി തൈലം അച്ഛന് വേണ്ടി ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോഴും എനിക്കൊരു ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു, അച്ഛനൊന്നും സംഭവിക്കത്തില്ല, കാരണം ഞാൻ ഉടമ്പടി എടുത്തതാണെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റിൽ എൻഡോസ്കോപ്പി ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. സിറോസിസ് എന്നുള്ള ഡയഗ്നോസിസ് ഫൈനലായിട്ട് ഡോക്ടർ പറയാൻ ഓൾറെഡി പ്രിപ്പയർഡായി പുള്ളി. അകത്ത് കയറിയിരുന്ന് വീഡിയോ കാണിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, അതൊരു ചെറിയ അൾസറാണെന്ന് മാത്രം. അതായത് അച്ഛൻ മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഇറിറ്റേഷനായിട്ട് ഒരു അൾസർ ഉണ്ടായി. അച്ഛൻ ബ്ലഡ് തിന്നർ എടുക്കുന്നത് കൊണ്ട് അത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് വന്നാണ്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റി. അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂറായി വീട്ടിലെത്താനും സാധിച്ചു. പിന്നെ എൻ്റെ 6ാമത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത്, ഞാനവിടെ ഫസ്റ്റ് പോയപ്പോൾ ഒരു കെയർ ഹോമിലെ നേഴ്സായിട്ടും പിന്നീട് ഞാൻ പ്രൈവറ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞാലും എനിക്കത്ര ഹെവി ആയിട്ടുള്ളൊരു ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ലൈറ്റായിട്ടുള്ള ഒരു അത്ര ബെഡ് സൈഡ് അല്ലാത്തൊരു ഇതിൽ എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു. അതും അവിടുത്തെ NHSൽ കിട്ടണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അതിൻ്റെ ഇതായിട്ട് എനിക്ക് NHSലെ ഒരു OPDയിലാണ് ഞാനിപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത്രയുമൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും മാധ്യസ്ഥം വഹിച്ച അമ്മ മാതാവിനും 1000 നന്ദി. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 37-38 തിരുവചനങ്ങളാണ്. ഈ അനുഭവ സാക്ഷ്യം, അതുപോലെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നാണ്. അതറിഞ്ഞ് അതിന് ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ആ അമ്മയുടെ മാധ്യസ്ഥമാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയുക. അതായത് ബ്രെയിൻ ട്യൂമർ ആയിരുന്ന മകള്, അത് 100% ട്യൂമർ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സർജറി ചെയ്യണം എന്ന ഈ മകളുടെ നിയോഗം അതുപോലെ തന്നെ അമ്മ മാതാവ് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയാണ്. പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. പിന്നീട് ഇവർ UK ഒരു വീട് സ്വന്തമാകുന്നു. വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടെങ്കിലും വീടൊന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ വീട് സ്വന്തമാക്കിയതിൻ്റെ ഓരോ നടപടികൾ, അതായത് അതൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു. സിക്ക് ലീവിലുള്ളപ്പോൾ ആ സാലറി മാത്രം കിട്ടുമ്പോൾ അതൊന്നും ആരും ഒരിക്കലും സമ്മതിക്കാത്ത കാര്യം. എന്നാൽ അവിടെയും ഈ മകളെ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സംരക്ഷിക്കുന്നു. പിന്നീട് തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം, അതുപോലെ ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിരുന്ന ഈ മകൾക്ക് പിന്നീട് ഗവൺമെൻറ്റിൽ ഒരു പെർമനൻറ്റ് ജോബ് തന്നെ ലഭിക്കുകയാണ്. അങ്ങനെ ഈ മകൾ പറഞ്ഞു, ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് എന്ന്. തൻ്റെ നോൺ ക്രിസ്ത്യൻ എന്നുള്ളതല്ല ഇവിടെ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ അവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഓരോ മക്കൾക്കും സൗഖ്യം ലഭിക്കുന്നത്, കൃപകൾ ലഭിക്കുന്നതെന്നാണ് നാം കണ്ടത്.
തൻ്റെ യൂട്യൂബ് ധ്യാനങ്ങളൊന്നും ഈ മകൾ മുടക്കാറില്ല, എല്ലാവർക്കും ഷെയർ ചെയ്യും എന്നൊക്കെയാണ് സിസ്റ്റിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ കൃപാസന പത്രം അതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നതിലൊക്കെയുള്ള ആഗ്രഹവും തീഷ്ണതയും ഇതൊക്കെ, അതുപോലെ ജപമാല പഠിക്കുവാനും അത് പ്രാർത്ഥിക്കുവാനുമൊക്കെ ഈ മകൾ എടുത്ത ആ ഒരു നന്മ, ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന ചിന്തയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥം ഭാഗം നമ്മുടെ ജീവിതത്തിലും നിവർത്തികതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.